ഏഹു വരുന്നു എന്ന് കേട്ടിട്ട് കണ്ണിൽ മഷി എഴുതി തലമുടി ചീ കെട്ടി കിളിവാൽ കൂടി നോക്കുന്ന ഇവളാണ് ഇസബെല്ല. ഇവളുടെ സ്വഭാവം എന്താണ്? വിഗ്രഹങ്ങളെ ആരാധിക്കുക, ആഭിചാരം ചെയ്യുക, വിഗ്രഹാരാധന ചെയ്യുക, വേശ്യാവൃത്തി ചെയ്യുക, അന്യായ കത്തുകൾ എഴുതുക, ഇതൊക്കെയാണ് ഇവളുടെ സ്വഭാവം. ഇവളൊരു രാജ്ഞിയായിരുന്നിട്ടും രാജ്ഞിയുടെ സ്വഭാവമോ ഒന്നും ഇവൾക്കില്ല. ഇവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവൾ ഇങ്ങനെ ചെയ്തും മരിച്ചപ്പോഴും ഇവളുടെ ദുരാത്മാവ് സാധാരണ മനുഷ്യരെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു പൈശാചിക ബന്ധനമാണ്. ഈ പൈശാചിനെ ഇവൾ ചെയ്ത ഒരു കാര്യം ഞാൻ പറയാം. ഇവളുടെ ഭർത്താവായ ആഹാബ് കൊട്ടാരത്തിരിക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു വീടും അതിന് പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ സ്വത്തുമുള്ള ഒരു നാബോത്തിനെ കാണുന്നു. നാബോത്തിനോട് ചെന്നിട്ട് നിൻ്റെ പ്രോപ്പർട്ടി എനിക്ക് തരണം, അതിനെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാനാന്ന് പറയും. അപ്പോൾ നാബോത്ത് പറയും, ഇല്ല ഞാൻ ഈ തരത്തിൽ എൻ്റെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചതാണ്, എനിക്കിത് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെ ആഹാബ് വിഷമിച്ച് തിരിച്ചു വരുമ്പോൾ ഇസബെല്ല എന്ത് ചെയ്യുമെന്ന് അറിയുമ്പോൾ, ഇസബെല്ല രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്രയിട്ട് ഒരു ലെറ്റർ അന്യായമായി എഴുതി ഉണ്ടാക്കി അതിന് സാക്ഷി പറയാൻ ചർച്ചിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തി സാക്ഷി പറഞ്ഞ് നാബോത്തിനെ കൊന്നുകളയും. ഇങ്ങനെ ഇവൾ അന്യായമായി കത്ത് എഴുതി ഒരാളെ കൊല്ലുകയും അന്യായമായി സാക്ഷി പറയിക്കുകയും ചെയ്യുന്ന ഒരു ദുരാത്മാവാണ് ഈ ഇസബെല്ല. ഈ ഇസബെല്ല എന്നുള്ള ദുരാത്മാവിനെ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും. വീടുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ 10 പേർ കൂടുന്നിടത്ത്, ഇല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ. എന്ന് വെച്ചാൽ ഇപ്പോഴും മനുഷ്യരുടെ ഇടയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാധയാണ് ഇത്. മോഹം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ഇതിനെയൊക്കെ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയെന്നല്ലേ, തൻ്റെ ഏകജാതന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കാനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തേക്ക് വന്നത്. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കും. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നമ്മൾ ചർച്ചിൽ പോകുന്നുണ്ട്, നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നമ്മൾ നമ്മുടെ ജീവിതത്തിലും ജീവിത വിശുദ്ധിയിലും ജീവിക്കണം. എന്നാൽ മാത്രമേ സ്വർഗരാജ്യം നേടുവാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്രകാരം ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.